നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. പല ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് പലപ്പോഴും മുന്നറിയിപ്പുകൾ വരുമ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് അവിടെ നടപടിക്രമങ്ങൾ നടത്തി രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ അവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ഒമാനിലെ മിന്നൽ പ്രളയം സൃഷ്ടിച്ച ആഘാതത്തിലാണ് തൃത്താല പ്രിയപ്പെട്ട 2 പേരുടെ വിയോഗം ഇനിയും ആ നാടിനെ ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒമാനിൽ തൃത്താല സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കനത്ത ഒഴുക്കിൽ പെടുകയായിരുന്നു. അങ്ങനെ 2 പേരാണ് മരിച്ചത്. ഒരാളെ കാണാതായിട്ടുണ്ട്. 4 കുട്ടികൾ ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്ന 6 പേരെ രക്ഷപ്പെടുത്തി. തൃത്താല കോട്ടപ്പാടം സ്വദേശി മാളിയേക്കൽ ഷംല ലുബിഷാദ് 32 വയസ്സാണ്. തൃത്താല തച്ചറത്തൊടിയിൽ ഫഹദ് യൂസഫ് 37 വയസ്സാണ്. എന്നിവരാണ് മരിച്ചത്. യൂസഫിന്റെ മാതാവ് റംലത്തിനെയാണ് കാണാതായിരിക്കുന്നത്. യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഷംല ലുബിഷാദിന്റെ വിയോഗം നാടിനും കൂടുതൽ നൊമ്പരമായി. പുതിയ സ്ഥലങ്ങൾ കാണാനും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനും ഏറെ ഇഷ്ടമായിരുന്നു ഷംലയ്ക്ക്. ജീവിതത്തിലെ സന്തോഷയാത്രകളിൽ ഒന്നാണ് അവളുടെ അവസാന യാത്രയായി മാറിയത്. തൃത്താല പട്ടിത്തറ കൊട്ടപ്പാടം സ്വദേശിയായ ഷംല എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പ്രിയങ്കരിയായിരുന്നു. 11 വർഷമായി വിദേശത്ത് ബിസിനസ് നടത്തുകയാണ് ഭർത്താവ് ലുബിഷാദും ഷംലയും. ഭർത്താവിനും മക്കൾക്ക് ഒപ്പമുള്ള യാത്രകളിലെ മുഹൂർത്തങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുമായിരുന്നു. ഒമാനിലെ ബർക്കയിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി മടങ്ങുമ്പോൾ ഒരു നിമിഷം കൊണ്ട് യാത്ര ദുരന്തമായി മാറി. കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ വാഹനം കുത്തൊഴുക്കിൽ കുടുങ്ങി. ഷംലയുടെ ജീവൻ നഷ്ടമായി. ലുബിഷാദും മക്കളും അടക്കം 6 പേർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. മക്കളായ 5 വയസ്സുകാരി ഫെബയെയും 9 വയസ്സുകാരി ഫാദുലിയെയും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ ലുബിഷാദ് വിതുമ്പുന്നു. അപകടത്തിൽ മരിച്ച ഫഹദ് യൂസഫ് ലുബിഷാദിന്റെ കുടുംബ സുഹൃത്താണ്. ഫഹദിന്റെ മാതാവാണ് കാണാതായ റംലത്ത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കത്തയച്ചു. മരണത്തിൽ മന്ത്രി MP രാജേഷും അനുശോചിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും നോർക്കയുമായും ബന്ധപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. നോർക്ക ഒമാൻ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും രാജേഷ് പറഞ്ഞു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അനുശോചിച്ചു. ഒമാനിൽ മലയാളികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കനത്ത മഴയിൽ ഒഴുക്കിൽപ്പെട്ടാണ് 2 പേർ മരിച്ചത്. ഒരാളെ കാണാതാവുകയും ചെയ്തിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 6 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. പാലക്കാട് തൃത്താല കോട്ടപ്പാടം സ്വദേശി മാളിയേക്കൽ ഷംല ലുബിഷാദ്, തൃത്താല തച്ചറത്തൊടിയിൽ ഫഹദ് യൂസഫ് എന്നിവരാണ് മരിച്ചത്. യൂസഫിന്റെ മാതാവ് റംലത്തിനെയാണ് കാണാതായത്. കോൺഗ്രസ് അനുകൂല പ്രവാസി സംഘടനയായ ഒമാൻ ഇൻകാസ് നേതാവ് ലുബിഷാദിന്റെ ഭാര്യയാണ് ഷംല. യൂസഫിൻ്റെയും ലുബിഷാദിൻ്റെയും കുടുംബങ്ങൾ ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി മടങ്ങും വഴിയാണ് അപകടം. വലിയ നീർച്ചാൽ കുറുകെ കടക്കുന്നതിനിടെ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളം കാർ ഒഴുകി പോവുകയായിരുന്നു. 4 കുട്ടികൾ ഉൾപ്പെടെ 9 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. അപകടം നടന്ന സ്ഥലത്ത് നിന്നും 2 കിലോമീറ്ററോളം വാഹനം ഒഴുകിപ്പോയി. ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. മലവെള്ളപ്പാച്ചിലിൽ ഇവരുടേതടക്കം 3 വാഹനങ്ങളാണ് ഒഴുകിപ്പോയത്. മറ്റൊരു അപകടത്തിലും 2 പേർ മരിച്ചു. ഇവർ സ്വദേശികളാണെന്നും ആദ്യ വിവരം. കോൺഗ്രസ് നേതാവും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ മാളിയേക്കൽ ബാവയുടെ മരുമകളാണ് മരിച്ച ഷംല. മക്കൾ ഫാദുലി, ഫെബ. ഭർത്താവ് ലുബിഷാദിന് മസ്കത്തിലെ സിവിൽ ബിസിനസ്സാണ്. ഫഹദ് യൂസഫിന്റെ ഭാര്യ ഫസു, മക്കൾ ഹാനി, നാസിം. മൃതദേഹങ്ങൾ ബർക്ക സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് നാട്ടിലെത്തിക്കും. ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധ അപകടങ്ങളിലായി 40-ലധികം ആളുകളെ രക്ഷപ്പെടുത്തി. മസ്കത്ത്, ബാത്തിന തുടങ്ങിയ സ്ഥലങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറിയതും ഗതാഗതത്തെ ബാധിച്ചു. അതേസമയം പ്രളയക്കെടുതിയിൽ നിന്ന് 40 പേരെ രക്ഷിച്ചതായി അധികൃതർ അറിയിച്ചു. ശക്തമായ മഴയിൽ വാതുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും അപകടകരമായ രീതിയിൽ വെള്ളം ഒഴുകിയെത്തിയതിനെ തുടർന്നും നിരവധി ഗവർണറേറ്റുകളിൽ അടിയന്തര പ്രതികരണ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഒമാൻ സർവീസ് ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനം ഓടിക്കുന്നവരെയും താമസക്കാരെയും കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ഡസൻ കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി.
സൗത്ത് അൽ ബത്തീന ഗവർണറേറ്റിൽ വാദി അൽ മാവിലിൽ അതിവേഗം ഒഴുകിയെത്തിയ വെള്ളപ്പൊക്കത്തിൽ 3 വാഹനങ്ങൾ കുടുങ്ങിയതിനെ തുടർന്നാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മസ്കറ്റിന്റെയും അൽ ബത്തീനയുടെയും ചില ഭാഗങ്ങളിൽ റോഡുകൾ വിച്ഛേദിക്കപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ അടിയന്തര സംഘങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തി. വെള്ളപ്പൊക്കമുള്ള താഴ്വാരകൾ മുറിച്ചു കടക്കുന്നത് ഒഴിവാക്കാനും സുരക്ഷാ ഉപദേശങ്ങൾ കർശനമായി പാലിക്കാനും അധികൃതർ ഡ്രൈവർമാരോട് അഭ്യർത്ഥിച്ചു. അസ്ഥിരമായ അന്തരീക്ഷ സാഹചര്യങ്ങളുടെ സ്വാധീനത്തിൽ രാജ്യം തുടരുകയാണെന്നും ചില പ്രദേശങ്ങളിൽ ഇടിമിന്നൽ, ശക്തമായ കാറ്റ്, ആലിപ്പഴ വീഴ്ച എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. അൽ ബുറൈമി, അൽ ദാഹിറ, മസ്കറ്റ്, അൽ ഷാർക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളെ കാലാവസ്ഥാ വ്യതിയാനം തുടർന്ന് ബാധിച്ചേക്കാമെന്നും പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. മഴവെള്ളത്തിന്റെ അളവ് ഉയർന്നതിനെ തുടർന്ന് മസ്കറ്റ് ഗവർണറേറ്റിലെ ഒരു വീട്ടിൽ നിന്ന് 30 പേരെയും സൗത്ത് ഗാർഷ്യ ഗവർണറേറ്റിൽ വീടുകളിൽ നിന്ന് 40 പേരെയും ഒഴിപ്പിച്ചു. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും റിപ്പോർട്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ മഴ കനത്തതിനെ തുടർന്ന് അജ് മറാത്ത് ബൗഷർ റോഡ് താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ഏതായാലും ഒമാനിൽ താമസിക്കുന്ന പ്രവാസികൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ അതികഠിനമായിട്ടുള്ള മഴ ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ സംഭവിച്ചതുപോലെ മിന്നൽ പ്രളയങ്ങൾ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്.